ധർമ്മസന്ദേശയാത്ര. വയനാട്ടിലെത്തിയ സന്യാസിമാർക്ക് തലപ്പുഴയിലും ഗണപതി വട്ടത്തും ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. മഹാഗണപതി ക്ഷേത്രത്തിലെത്തിയ സന്യാസിമാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് നടന്ന ഹിന്ദു നേതൃസമ്മേളനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. മാറുന്ന കാലഘട്ടത്തിൽ ശാസ്ത്രബോധത്തോടു കൂടിയും ആചാരബോധത്തോടു കൂടിയുമുള്ള സമൂഹത്തെ സൃഷ്ടിക്കണമെന്ന് മാർഗദർശക മണ്ഡലം കേരള അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി ജനം ടിവിയോട് പറഞ്ഞു. തന്റെ ചുറ്റുപാട് ധർമ്മധ്വംസനം നടക്കുന്നത് കാണുമ്പോൾ പ്രതികരിക്കാനുള്ള കരുത്തുണ്ടാവും. സ്വന്തം തൊഴിൽ മേഖലയിൽ ഉയർന്ന് സാമ്പത്തിക ഭദ്രത നേടുക, ഇങ്ങനെയുള്ള സന്ദേശം പ്രത്യേകിച്ച് കാലാനുസൃതമായി മാറി വരുന്ന ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മുടെ തൊഴിൽ സാധ്യതകളും മേഖലകളും ഒക്കെ നാളെ മാറാൻ പോവുകയാണ്. അതിനനുസരിച്ച് സമാജത്തെ പാകപ്പെടുത്തുക, അതിനൊക്കെയുള്ള പ്രായോഗിക സന്ദേശങ്ങൾ നൽകുക. കാൽനടയായി മാരിയമ്മൻ ക്ഷേത്രത്തിലെത്തിയ സ്വാമിമാരെ നാമജപത്തോടെ ഭക്തർ വരവേറ്റു. ലളിതാ സഹസ്രനാമത്തിന് ശേഷം നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അമ്മമാരും കുട്ടികളും അടങ്ങുന്നവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ സ്വാമി ചിദാനന്ദപുരി ധർമ്മസന്ദേശം നൽകി. ശ്രീനാരായണ ഗുരു ഹിന്ദുവല്ല, സനാതന ധർമ്മ ആചാര്യനല്ല എന്ന് ചിലർ വാദിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എത്രമാത്രം ക്ഷേത്രങ്ങളെ അവിടുന്ന് പ്രതിഷ്ഠിച്ചു, എത്രമാത്രം ധാർമ്മിക വേദാന്ത ഗ്രന്ഥങ്ങളെ അവിടുന്ന് രചിച്ചു, എത്രമാത്രം ആധ്യാത്മിക പ്രഭാഷണങ്ങളും പഠനവേദികളും അവിടുന്ന് നയിച്ചു. ചടങ്ങിന് ശേഷം സ്വാമിമാരുടെ അനുഗ്രഹം വാങ്ങിച്ച ശേഷമാണ് ഭക്തർ മടങ്ങിയത്. ജനം, വയനാട്.